മനുഷ്യബന്ധങ്ങളുടെ ദൃഢത ഇല്ലാതാവുകയാണോ? സംശയിക്കണം. കാര്യം അച്ഛനും മകനോടും മകൻ അമ്മയോടും ഒക്കെ തോന്നിയിരുന്ന ദൃഢതരമായ ആത്മബന്ധം ഇല്ലാതാകുന്നു. നമുക്കറിയാം, ഭാര്യയും ഭർത്താവും കൂടെ നടക്കുമ്പോൾ ഭർത്താവിനെ ആരെങ്കിലും ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ പേടി ഭാര്യയ്ക്കല്ലേ. അതുപോലെ മകനെ ആക്രമിക്കുന്നത് കണ്ടാൽ അമ്മയുടെ മുഖത്ത് പേടി ഉണ്ടാകില്ല. അപ്പോൾ ആ പേടിയൊക്കെ മായുകയാണ്. രണ്ടും രണ്ട് വ്യക്തികളായിട്ട് മാറുന്നു. പുതിയ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനം ഏറുന്നുവെന്നുകൂടി നമുക്ക് സംശയിക്കണം. അമേരിക്കയിൽ ആദ്യം റെയിൻ എന്ന 16-കാരൻ്റെ മരണത്തിന് പിന്നാലെ അമേരിക്കയിൽ ആദം റെയിൻ എന്ന 16-കാരൻ്റെ മരണത്തിന് പിന്നാലെ ലോകം ഇപ്പോൾ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയാണ്. മകൻ ജീവനൊടുക്കിയതിൽ ഈ ചാറ്റ് GPT കാരണമുണ്ട്. അതിന് ചാറ്റ് GPT കാരണമാണ് മകൻ്റെ മരണമുണ്ടായത് എന്ന രീതിയിൽ ഓപ്പൺ AIക്കെതിരെ മാതാപിതാക്കൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതൊക്കെ മേഖലയിലേക്ക് കടന്നു ചെല്ലും എന്ന് നമുക്കറിയില്ല. ഒരു അണുയുദ്ധം ഉണ്ടാക്കാൻ പോലും AIക്ക് കഴിയുമെന്ന് ആളുകൾ വേദനയോടെ കാണുന്നു. 16 വയസ്സായിരുന്നു ആദം റെയിന്. കഴിഞ്ഞ വർഷം അവസാനമാണ് സ്കൂൾ പഠനത്തിന്റെ ഭാഗമായി അവൻ ചാറ്റ് GPT ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നെ എന്തിനും ആശ്രയം ചാറ്റ് GPT ആയി. സംസാരം മുഴുവൻ ചാറ്റ് ബോട്ടുമായി. വൈകാരിക മരവിപ്പാണെന്നും ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടമായെന്നും ആദം നിരന്തരം ചാറ്റിൽ സംസാരിച്ചു. മറ്റാരെങ്കിലുമായി സംസാരിക്കാൻ ചാറ്റ് ബോട്ട് അവനെ ഉപദേശിച്ചിരുന്നു. എന്നാൽ നിർണായക സന്ദർഭങ്ങളിൽ മറ്റൊരാളിന്റെ സഹായം തേടുന്നതിൽ നിന്ന് ചാറ്റ് GPT ആദമിനെ തടഞ്ഞു. ഇക്കഴിഞ്ഞ മാർച്ച് അവസാനം തൂങ്ങി മരിക്കാൻ ആദം തീരുമാനിച്ചു. ഇതിനായി കയറും വാങ്ങി. ഒരിക്കൽ അവൻ കഴുത്തിൽ കുരുക്കിട്ടു. കഴുത്തിനു ചുറ്റുമുള്ള ചുവന്ന പാട് അമ്മയെ കാണിക്കാൻ ആദം ശ്രമിച്ചെങ്കിലും അമ്മയത് കാണാത്തത് അവന് വിഷമമുണ്ടാക്കി. മരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം അവൻ പങ്കുവച്ചത് കമ്പ്യൂട്ടർ പ്രോഗ്രാമായ ചാറ്റ് GPTയോട് മാത്രവും. ചാറ്റ്ബോട്ട് അവനെ പിന്തിരിപ്പിച്ചില്ല. ജീവനൊടുക്കാനുള്ള മാർഗനിർദ്ദേശം നൽകി. ഏപ്രിലിൽ ആദം ജീവനൊടുക്കി. മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ ഓപ്പൺ AI CEO സാം ഓൾട്ട്മാനാണ് ഒന്നാം പ്രതി. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത ഓർമ്മപ്പെടുത്തുന്ന സംഭവം. ഒപ്പം വരും കാലത്തിനുള്ള മുന്നറിയിപ്പും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.